ചെർപ്പളശ്ശേരി തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകർ മർദ്ദിച്ച സംഭവത്തെ തുടർന്ന് SFI നടത്തിയ മാർച്ചിൽ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു. കഴിഞ്ഞ ദിവസം ചെർപ്പളശ്ശേരി തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകുന്നതിനിടെ വിദ്യാർത്ഥികളെ അധ്യാപകർ മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയത്. എല്ലാവരും സമ്മതിക്കണം. ചർച്ച മാർച്ചിനു ശേഷം പ്രധാനാധ്യാപികയുടെ ഓഫീസിന് മുൻപിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിനോദയാത്രക്കിടെ വിദ്യാർത്ഥികൾ കൂട്ടമായി സംസാരിച്ചുവെന്നും ഇതിനിടെ യാതൊരു പ്രകോപനവും കൂടാതെ വിദ്യാർത്ഥികൾക്കിടയിൽ ചില അധ്യാപകർ കടന്നുവരികയും തുടർന്ന് മർദ്ദിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. വിഷയങ്ങൾ പരിഹരിക്കാൻ മറ്റു നിരവധി മാർഗങ്ങളുണ്ടായിട്ടും അധ്യാപകർ ഏകപക്ഷീയമായി വിഷയത്തിൽ ഇടപെട്ടതാണെന്നാണ് SFI ഉയർത്തുന്ന ആരോപണം. ആ ബോധം എന്ന് പറയുന്നത് ഈ നാടിനെ ഒരുപാട് കാലം പിന്നോട്ടടിപ്പിക്കുന്ന ബോധമാണ്. ഒരു കാലം പ്രമാണിത്വത്താൽ നയിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇന്നും കേരളത്തിലെ സ്കൂളുകൾക്കകത്ത് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നയത്തെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമൂഹത്തിനകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രമാണിത്വത്തിന്റെ ആ കാലഘട്ടത്തെ നേരോടെ നേരി നിന്ന് എതിർത്ത് തോൽപ്പിച്ച് ഈ നാടിനകത്ത് മുന്നോട്ട് വന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്ന് പറയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുമെന്ന് SFI ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി അറിയിച്ചു. യൂത്ത് ലീഗിന്റെ രാഷ്ട്രീയ സംസ്കാരം വെച്ച്, സ്ത്രീ വിരുദ്ധത വെച്ച്, വിദ്യാർത്ഥികൾക്കിടയിലെ ഏതെങ്കിലും നിലക്കുള്ള സൗഹൃദങ്ങളെ പോലും തങ്ങളുടെ മഞ്ഞപ്പിത്തം പിടിച്ച സദാചാര കണ്ണുകൊണ്ട് നോക്കിക്കാണാനാണ് ഈ സ്കൂളിനകത്തെ അധ്യാപകർ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെർപ്പളശ്ശേരിയിലെ SFIയും DYFIയും വെടിപ്പായി പറയുകയാണ്: യൂത്ത് ലീഗിന്റെ രാഷ്ട്രീയം തലയിലുണ്ടെങ്കിൽ അത് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാദുലി, ഏരിയ സെക്രട്ടറി അജ്മൽ അബ്ബാസ്, DYFI ഭാരവാഹികൾ PK സുജിത്, ഉമേഷ്, ധനേഷ്, സനൂപ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. SFI നിലവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച മുദ്രാവാക്യങ്ങളെ കുറിച്ച്, ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെ കുറിച്ച് മീഡിയാസിനോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഒരു വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വിനോദയാത്ര പോയ ഘട്ടത്തിൽ അധ്യാപകർ സ്വീകരിച്ച തികച്ചും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെയാണ് SFI ഇത്തരത്തിലൊരു പ്രതിഷേധം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്ന നിലയുണ്ടായത്. ആ പ്രതിഷേധത്തോട് ഇവിടുത്തെ പ്രധാന അധ്യാപിക ആ വിഷയങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും അത്തരത്തിലുള്ള അധ്യാപകർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സമരസഖാക്കൾക്ക് മുമ്പാകെ അറിയിക്കുന്ന നിലപാടാണ് പ്രധാനാധ്യാപിക സ്വീകരിച്ചത്. അന്വേഷണ വിധേയമായ ഒരാഴ്ചത്തേക്ക് അധ്യാപകർ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് മാനേജ്മെന്റിന് കൈമാറുന്നതുവരെ അവർ ഈ സ്കൂളുകൾക്കകത്ത് പ്രവേശിക്കില്ല എന്നുള്ള ഉറപ്പാണ് പ്രധാന അധ്യാപികയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സമരത്തിന്റെ വിജയമായി SFI മനസ്സിലാക്കുകയാണ്. 17ഉം 16ഉം വയസ്സായിട്ടുള്ള ചെറിയ മക്കളാണ് ആ മക്കള്. 15ഉം 16ഉം വയസ്സായ ചെറിയ മക്കളാണ് ആ മക്കളെ മെഡിക്കൽ കോളേജിനകത്ത് 4 ദിവസത്തോളം അഡ്മിറ്റ് ആകുന്നതിന്റെ എല്ലാ റിപ്പോർട്ടും ഞങ്ങളുടെ പക്കലുണ്ട്. അവരെ ആക്രമിച്ചിട്ടുള്ള, അവരുടെ മേൽ മുറിവേൽക്കപ്പെട്ടിട്ടുള്ള എല്ലാ മുറികളും, അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുറിവുകൾ ഉൾപ്പെടെ വീഡിയോ റെക്കോർഡായി ഞങ്ങളുടെ പക്കലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ രക്ഷിതാക്കളെ ഇവിടുത്തെ പ്രധാന അധ്യാപകർ, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അധ്യാപകർ ഉൾപ്പെടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു. അവരുടെ SSLC പരീക്ഷയ്ക്ക് ഉൾപ്പെടെ അവരെ ഇരുത്തില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇതിന്റെ മുഖമുദ്രയിലേക്ക്, അതിന്റെ പ്രധാനപ്പെട്ട
ഈ സമരത്തിന്റെ മുന്നണി പോരാളികളായി അവർ നിലകൊള്ളാത്തതിന്റെ ഭാഗം അധ്യാപകരുടെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവരുടെ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഞങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുണ്ട്. അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടുണ്ട്. സ്വമേധയാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും അതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. അത് ഇവിടുത്തെ അധ്യാപകരാൽ നിർമ്മിക്കപ്പെട്ട ഒരു വാദമാണ്. ആ വാദത്തെ ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ചാനലുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്നാണ് SFIക്ക് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.